ധനഹ തിരുനാൾ ആഘോഷിക്കുന്ന മനോഹരമായ ഈ ദിനത്തിൽ നമ്മെ ധനഹ 3 കാര്യങ്ങളാണ് ഓർമ്മിപ്പിക്കുക. ഒന്നാമതായിട്ട് 3 വ്യത്യസ്തമായ നാടുകളിൽ നിന്ന് വന്ന ജ്ഞാനികൾക്കാണ് ദൈവം തന്നെ വെളിപ്പെടുത്തുന്നത്. ആ 3 ജ്ഞാനികൾ ബൽതാസർ, മാൽക്കിയോർ, കാസ്പർ എന്നിവരാണ്. ഈ 3 ജ്ഞാനികൾക്ക് ദൈവം തന്നെ വെളിപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും നമുക്കൊരു സന്ദേശം ലഭിക്കുന്നുണ്ട്. ഈശോനാഥൻ വെളിപ്പെടുത്തുന്നത് ഒരിക്കലും ഒരു പ്രത്യേക ജനതയ്ക്കോ ഭാഷയ്ക്കോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തിനോ അല്ല, മറിച്ച് ലോകം മുഴുവനുമുള്ള സകല ജനങ്ങൾക്കുമാണ് തന്നെ ഈശോ വെളിപ്പെടുത്തുക. രണ്ടാമതായി, കാലിക്കൂട്ടിൽ ഈശോയെ കാണാൻ വരുന്ന ഈ 3 ജ്ഞാനികൾ ഈശോയ്ക്ക് സമ്മാനമായി നൽകുന്നത് പൊന്നും മീറയും കുന്തുരുക്കവുമാണ്. പൊന്ന് രാജ്യത്വത്തിൻ്റെ പ്രതീകമാണ്. ഈശോ രാജാക്കന്മാരുടെ രാജാവാകുന്നു എന്നുള്ള ഒരു സങ്കല്പമാണ് ഇതിലൂടെ നമുക്ക് കാണിച്ചു തരിക. കുന്തുരുക്കം പ്രവാചകത്വത്തിൻ്റെയും പുരോഹിത ധർമ്മത്തിൻ്റെയും ദൈവത്വത്തിൻ്റെയുമുള്ള ഒരു പ്രതീകമാണ്. മീറ എന്ന് പറയുന്നത് ഒരു തൈലമാണ്. മൃതദേഹങ്ങൾ സുഗന്ധം കൊണ്ട് പൂശി സൂക്ഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു തൈലമാണ് മീറ. ഈശോയുടെ ജനങ്ങൾക്ക് നേടിക്കൊടുക്കുവാനുള്ള രക്ഷ, അത് നേടുവാനായിട്ട് ഉള്ള പ്രയാണത്തിൽ ഈശോ അനുഭവിക്കുവാനായിട്ട് പോകുന്ന കഷ്ടപ്പാടുകളുടെയും മരണത്തിൻ്റെയും ഒക്കെ പീഡനങ്ങളുടെയും ഒക്കെ ഒരു പ്രതീകമായിട്ട് മീറയെ കണക്കാക്കാനായിട്ട് സാധിക്കും. മൂന്നാമതായി, ഈശോയെ കാണാൻ വരുന്ന ജ്ഞാനികൾ വഴി അറിയാതെയാണ് കടന്നു വരിക. കിഴക്കുദേശം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ കടന്നു വരുമ്പോൾ അവരെ നയിക്കുന്നത് ദൈവം അയച്ച ഒരു നക്ഷത്രമാണ്. ഒരു വഴികാട്ടിയായി അവർക്ക് മുമ്പിൽ ഈ നക്ഷത്രം കടന്നു വരുന്നുണ്ട്. ഈ നക്ഷത്രം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിലും വേദനകളിലും ദുഃഖങ്ങളിലുമൊക്കെ നമ്മളെ നയിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു നക്ഷത്രം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ മുമ്പിലായി അത് കടന്നു വരും. ഈശോ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു സന്ദേശമാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ജോർദാൻ നദിയിൽ ഈശോ യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിച്ച മനോഹരമായിട്ടുള്ള ഭാഗം ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാനിൽ നിന്ന് മാമോദീസ സ്വീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഈശോയ്ക്ക് മേൽ ഇറങ്ങി വരികയും ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവശബ്ദം സ്വർഗത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്ന ആ ഭാഗം വളരെ മനോഹരമായി ബൈബിളിൽ വർണ്ണിക്കുന്നുണ്ട്. പൗരസ്ത്യ ദേശത്ത് ധനഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈശോയുടെ ജ്ഞാനസ്നാന സ്വീകരണമാണ്. ഈശോയുടെ ജ്ഞാനസ്നാനത്തോടു കൂടിയാണ് പരസ്യ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ പാശ്ചാത്യ ദേശത്ത്, പാശ്ചാത്യ സഭകളിലെല്ലാം ധനഹ തിരുനാൾ ആഘോഷിക്കുമ്പോൾ കാലിക്കൂട്ടിൽ ഈശോയെ കാണുവാനായിട്ട് കടന്നു വരികയും പൊന്നും മീറയും കുന്തുരുക്കവും സമ്മാനമായി നൽകിയ 3 വ്യത്യസ്ത നാടുകളിൽ നിന്നും വന്ന രാജാക്കന്മാരെയാണ് അനുസ്മരിക്കുക. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ സ്വീകരിച്ച നമ്മൾ ഒരു ക്രിസ്തുവായി മാറി, ക്രിസ്തുവായി ജീവിച്ച്, ക്രിസ്തുവായ പ്രകാശമായി മറ്റുള്ളവർക്ക് മുമ്പിൽ മാറാം. ഓഷ്യൻ സ്റ്റാർ മിനിസ്ട്രീസിൻ്റെ ധനഹായുടെ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊള്ളുകയാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.